ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സത്യം വെളിപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ നിമിഷങ്ങളിൽ ഒന്നായ നൈസിയ കൗൺസിലിനെ നിങ്ങൾ വിശകലനം ചെയ്യും. നമ്മുടെ നൈസിയ കൗൺസിൽ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. എപ്പിസോഡ് 2 യേശുക്രിസ്തു നിത്യനായ ദൈവമാണോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ആരോപിച്ച ഉഗ്രമായ ആരിയാസ് വിവാദത്തെക്കുറിച്ച് കണ്ടു. ആ തർക്കം സഭയെ തന്നെ കീറിയെറിഞ്ഞു. റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരതയെ പോലും ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 3 നാം കൗൺസിൽ നടക്കുന്ന മുറിക്കുള്ളിലേക്ക് കടക്കുന്നു. 325 AD നൈസിയയിൽ ഒന്നിച്ചുകൂടിയ 300-ലധികം മെത്രാന്മാർ തമ്മിൽ എന്ത് സംഭവിച്ചു? നൈസിയ കൗൺസിൽ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വെറും ദൈവഭക്തിയുള്ള വിശ്വാസികളുടെ സംഗമമല്ലായിരുന്നു. അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ യോഗമായിരുന്നു. ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ തൻ്റെ സാമ്രാജ്യക വസ്ത്രം അണിഞ്ഞ് യോഗങ്ങൾക്കും അധ്യക്ഷത വഹിച്ചു. ലക്ഷ്യം ഏത് വില കൊടുത്തും ഏകത്വം, ഒരു വിശ്വാസഘോഷണം, ഒരു സഭ, ഒരു സാമ്രാജ്യം. എന്നാൽ മെത്രാന്മാർക്കിടയിൽ വിഭജനമുണ്ടായിരുന്നു. ചിലർ ആരിയാസ് പറയുന്നത് പോലെയും മറ്റു ചിലർ അത്തനേഷ്യസിനൊപ്പം പോരാടി. സംവാദങ്ങൾ അതിശക്തമായിരുന്നു. ആ തർക്കത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന വാക്ക് ഒരു ഗ്രീക്ക് പദം ഹോമിയോസിയോസ്. അതിനർത്ഥം അതേ സ്വഭാവം. അത്തനാസിയസും കൂട്ടരും യേശു പിതാവിനോട് അതേ സ്വഭാവമുള്ള പൂർണ്ണ ദൈവമാണെന്ന് ഉറച്ചു ബാധിച്ചു. എന്നാൽ ആര്യസും കൂട്ടരും അത് നിരസിച്ചു. അവരുടെ വാദം യേശു ഹോമോഓസിയോസ്, സമാനമായ പക്ഷെ തുല്യമല്ലാത്ത സ്വഭാവം എന്നർത്ഥം. ഒരു അക്ഷരം മാത്രം മാറ്റി. എന്നാൽ അതിൻ്റെ ഫലം അഗാധം. ദിവസങ്ങളോളം മെത്രാന്മാർ ഏറ്റുമുട്ടി. കോപവും വികാരവും പൊട്ടിത്തെറിച്ചു. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരുന്നു. അവസാനം കൗൺസിൽ ആര്യസിൻ്റെ ഉപദേശം തള്ളിക്കളഞ്ഞു. അവർ നൈസിയ ഉപദേശ പ്രമാണം പുറത്തിറക്കി. അതിൽ പ്രഖ്യാപിച്ചു, അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ള ദൈവം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും വെളിച്ചത്തിൽ നിന്നുള്ള വെളിച്ചം, പിതാവിനോട് കൂടെയുള്ള ഏക സത്തയുമാകുന്നു. ആ വിശ്വാസഘോഷണം ആരും നിഷേധിക്കരുതെന്നും അംഗീകരിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. ആരിയാസ് നാടുകടത്തപ്പെട്ടു. അനുയായികളുടെ വായടപ്പിച്ചു. അവൻ എഴുതിയവ ഒക്കെ തീയിലിട്ടു. പക്ഷെ വിവാദം അവിടെ തീർന്നില്ല. നൈസിയ കൗൺസിൽ യേശുവിൻ്റെ ദൈവത്വം മാത്രമല്ല ചർച്ച ചെയ്തത്. പെസഹ ആചരിക്കുന്ന ബൈബിളിലെ പ്രമാണം അവർ നിരസിച്ചു. അതിനു പകരം ഈസ്റ്റർ കൊണ്ടുവന്നു. കോൺസ്റ്റന്റൈൻ തന്നെയാണ് പറഞ്ഞത്, യഹൂദന്മാരുമായും ഒന്നും സാമ്യമില്ലാതിരിക്കുക. ഇത് ക്രിസ്ത്യാനികൾക്കിടയിൽ യഹൂദ വിരുദ്ധത വളർത്തി. സഭയെ ബൈബിൾ വേരുകളിൽ നിന്ന് കൂടുതൽ അകറ്റി. അതുകൊണ്ട് കൗൺസിൽ വെറും ദൈവശാസ്ത്രത്തെക്കുറിച്ചല്ല, അത് അധികാരവും നിയന്ത്രണവും കുറിച്ചുമായിരുന്നു. സാമ്രാട്ടും മെത്രാന്മാരും ചേർന്ന് ഉപദേശങ്ങൾ നടപ്പിലാക്കുന്ന രീതിക്ക് അടിത്തറയായി. പക്ഷെ നാം ഓർക്കേണ്ട, നൈസിയ വിശ്വാസഘോഷണം അവസാന വാക്കല്ലായിരുന്നു. തർക്കം തുടർന്നു. സാമ്രാട്ടുകൾ വന്നുപോയി. സാമ്രാജ്യത്തിലെ പല പ്രദേശങ്ങളും ആര്യസത്തിനും നൈസിയ സിദ്ധാന്തത്തിനും ഇടയിൽ മാറി മാറി നിന്നു. നൈസിയ കൗൺസിൽ സമാധാനം കൊണ്ടുവന്നില്ല, എന്നാൽ അത് കൂടുതൽ ഭിന്നത കൊണ്ടുവന്നു. അത് സ്ഥാപിച്ച യാഥാർത്ഥ്യം എന്തെന്നാൽ സഭയുടെ പഠിപ്പിക്കലുകൾ സാമ്രാജ്യത്വ ശക്തിയാൽ നടപ്പാക്കാം. അടുത്ത എപ്പിസോഡിൽ നൈസിയയ്ക്ക് അപ്പുറം AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ വരെയുള്ള കഥകൾ നമ്മൾ പിന്തുടരും. അവിടെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി ദൈവികനായി പ്രഖ്യാപിക്കുന്നതിനായി നൈസിയ വിശ്വാസ പ്രമാണം വികസിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ത്രിത്വ സിദ്ധാന്തം എന്ന് വിളിക്കുന്നതിനെ പൂർത്തീകരിച്ചു. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ വേദപുസ്തകപരമാണെങ്കിൽ അവ സ്ഥാപിക്കാൻ നൂറ്റാണ്ടുകളുടെ കൗൺസിലുകളും രാഷ്ട്രീയവും സാമ്രാജ്യത്വ ഉത്തരവുകളും വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നൈസിയ കൗൺസിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഓർക്കുക.